ന്യൂനപക്ഷത്തിന്റെ നെറുകയിൽ അധികാരത്തിന്റെ ദണ്ടുകൊണ്ട് അരിശം തീർത്ത് പിളർപ്പിന്റെ രക്തഗന്ധം കാത്തുകിടക്കുന്ന കുറുനരികളോട് ഉണർത്താനുള്ളത് ചരിത്രം ഇന്ത്യൻ പൗരന്റെ കൂടെ തന്നെയുണ്ട്. അവിടെ നിങ്ങൾക്ക് കവചം പണിയാൻ ഗാന്ധിയൻ തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ ഒരൊറ്റ സംസ്കൃതിയുടെയും വളച്ചുകെട്ടില്ലാത്ത, എല്ലാ മതങ്ങളും ഒന്നാണെന്ന വരട്ടുവാദമില്ലാത്ത, സർവമത സാഹോദര്യം തുളുമ്പുന്ന ഇന്ത്യയുണ്ട്. 77 ആണ്ട് മുമ്പ് നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നരനായാട്ടിനറുതി വരുത്തി അധീവ ശക്തികളെ മനക്കരുത്തിന്റെ ഒത്തൊരുമയുടെ ബലത്തിൽ കെട്ടുകെട്ടിച്ച ഇന്ത്യൻ ജനതയുടെ അന്തരംഗം പുളകൊണ്ട ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ധീരദേശാഭിമാനികൾ നേടിത്തന്ന മാതൃരാജ വിമോചന സുദിനം ഓഗസ്റ്റ് 15. പ്രിയരെ, അറിയുക, അറുത്തുമാറ്റാൻ ഉറച്ച ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അലറിപ്പറയലാണോ പുതുകാലത്ത് ഹൃദയത്തിൽ ഒരിറ്റ സ്നേഹം ബാക്കിയുള്ളവന്റെ ദൗത്യം. 41 ഏഷ്യൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ മാർഷൽ ലോർഡ് റോബോട്ട് രേഖപ്പെടുത്തി വെച്ചത് 1857 സമരത്തിൽ 27,000 മുസ്ലിം യോദ്ധാക്കളാണ് വീരമൃത്യു വഹിച്ചതെന്നാണ്. ഇത്തരം യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തിയാവണം ഖുശ്വന്ത് സിംഗ് എന്ന് പറഞ്ഞു വെച്ചത് ഇന്ത്യൻ സ്വതന്ത്ര സമരം മുസ്ലിം രക്തത്തിൽ എഴുതി ചേർക്കപ്പെട്ടതാണെന്ന്. അതിർവരമ്പുകളില്ലാത്ത സൗഹാർദ്ദമായിരുന്നു വെള്ളക്കാരന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ചത്. ഗാന്ധിജിയും മുഹമ്മദ് അലിയും മമ്പുറം തങ്ങളും കോന്തുനായരും കുഞ്ഞാലി മുസ്ലിയാരും മങ്ങാട്ടച്ചനും തുടങ്ങി സാമൂതിരിക്കൊപ്പം നിന്ന് പോരാടാൻ ഉത്തേജിപ്പിച്ച് ശത്രു ഹൃദയങ്ങളിൽ ഭീതിയുടെ കാർമേഘം വിതച്ച സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളിൽ വിരചിതമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ അടക്കം ഒത്തിരിയുണ്ട് ഇന്ത്യൻ മണ്ണിൽ പൂത്തുലഞ്ഞ സമര സൗന്ദര്യത്തിന്റെ കഥ പറയാൻ. നവകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ സുന്ദര കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വ്യത്യസ്തങ്ങളെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന മതനിരപേക്ഷ ഇന്ത്യൻ സങ്കല്പത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന മതാധിഷ്ഠിത സ്വതന്ത്ര ഇന്ത്യയുടെ നെഞ്ചു പുലർത്തി രാഷ്ട്രീയ സങ്കല്പത്തിലേക്കുള്ള ഊടുവഴികൾ വെട്ടാൻ രാജ്യത്ത് കാവലിരിക്കുന്നവർ തന്നെയാണെന്നുള്ളതാണ് ഭീകരം. പ്രിയരെ, തിട്ടൂരങ്ങളെ ചെറുക്കൽ നമുക്ക് അനിവാര്യമാണ്. ഫാസിസ്റ്റ് കുബുദ്ധികൾക്ക് ഒളിയ അജണ്ടകളുണ്ട്. ചരിത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. മതം ജാതി നോക്കാതെ രാജ്യത്തെ നമുക്ക് ചേർത്ത് പിടിക്കാനാവണം. എവർക്കും നസീം അക്കാഡമിയുടെ സ്വതന്ത്ര ദിനാശംസകൾ. ജയ് ഹിന്ദ്.